Hello. Welcome to Market Discussion of the Day. Today, May 19, 2025, Monday ആണ് പുതിയൊരു വീക്കാണ്. അപ്പോൾ പുതിയൊരു വീക്കിലോട്ട് പോകുന്നതിന് മുന്നേ എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ നമ്മൾ ഈ വീക്കിൽ ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് എന്തൊക്കെയാണ് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ സംസാരിച്ച് പോവാം. എന്തൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള കലണ്ടർ ബേസ് ചെയ്തിട്ടല്ലാതെ പൊളിറ്റിക്കലായിട്ട് എന്തൊക്കെ ന്യൂസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ എന്തൊക്കെയാണ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളതെന്നുള്ള കാര്യവും നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. ഓക്കെ, സോ അതിന് മുന്നേ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ തുടങ്ങുന്നത് പോലെ നമ്മുടെ പുതിയ ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്രാഷ് കോഴ്സാണ്, 4 ദിവസത്തെ കോഴ്സാണ്. രാത്രി ഇന്ത്യൻ ടൈമിങ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്രീ ആണ്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു സമയം നിങ്ങൾ ഫ്രീ ആണെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാൻ ബാക്കി കാര്യങ്ങൾ ക്ലാസ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അതായത് 7:30ക്കും 10:30ക്കും സെയിം കാര്യങ്ങൾ തന്നെ ആയിരിക്കും സംസാരിക്കുന്നത്. എന്താ പറയുക, ഇപ്പോൾ 7:30ക്ക് നിങ്ങൾക്ക് മിസ്സായിപ്പോയി കഴിഞ്ഞാൽ 10:30ക്ക് കയറാം. 10:30ക്കും രണ്ടും മിസ്സായി പോയാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ റെക്കോർഡ് സെഷൻ ഇടുന്നുണ്ട്. അതിനെക്കുറിച്ചും കൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കും തരുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് ഈ ആഴ്ച ഫണ്ടമെൻ്റൽസ് ഇപ്പം കലണ്ടർ ബേസ് ചെയ്തതിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ വാറിൻ്റെ ഒരു താൽക്കാലികമായിട്ടുള്ള എങ്കിലും ഉള്ളൊരു സീസ് ഫെയറിനെ കുറിച്ചുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്കറിയാം എന്താണ് നമ്മുടെ തുർക്കിയിൽ ഇസ്താൻബുളിൽ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപും അതേപോലെ ഈ റഷ്യൻ പ്രസിഡന്റും പുടിനും ഒന്നും എന്താ പറയുക ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ടിട്ട് തന്നെ ഒരു പ്രത്യേകിച്ചൊരു ഒരു 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 സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ 2022 ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചർച്ച നടക്കാനായിട്ടുള്ളൊരു പോസിബിലിറ്റി വരെ ഉണ്ടായത് എന്നുള്ളത് കൊണ്ടിട്ടാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മാർക്കറ്റ് ഒറ്റയടിക്ക് താഴെ പോയതൊക്കെ നമ്മൾ കണ്ടത്. ഓക്കെ, അതിനുശേഷം ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ എൻ്റെ മീറ്റിങ്ങിൽ ഈ മാർക്കറ്റ് ഡിസ്കഷനിൽ ഞാൻ രാവിലെ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഒരു ഫ്ലൈറ്റിലോ എവിടെയോ ഇരുന്നിട്ട് ഞാനും പുടിനും വരാതെ ഒരു സംഭവ വികാസങ്ങളും നടക്കത്തില്ല ഈ ഒരു വാറിൻ്റെ സീസ് ഫെയർ പ്രമാണിച്ച് എന്നുള്ളൊരു ന്യൂസ് വന്നതിന് ശേഷം പെട്ടെന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഒരു 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 എന്താ പറയുക, അതിൻ്റെ ഒരു ഏറ്റവും ലാസ്റ്റിലെ ഒരു സ്റ്റേജിലോട്ട് വരാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഈ ആഴ്ച. അതും ഇന്ന് രാത്രി US ടൈമിംഗ് 10 മണിക്ക് ഡൊണാൾഡ് ട്രംപും നമ്മുടെ ഉക്രൈൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റുമായിട്ട് ഉള്ളൊരു ഫോൺ കോൾ മീറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, ആ ഫോൺ കോൾ മീറ്റിങ്ങിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. സപ്പോസ് എങ്ങാനും ഒരു സീസ് ഫെയർ അതിനുശേഷം വന്നാൽ മാർക്കറ്റ് ഒറ്റയടിക്ക് താഴോട്ട്, ഗോൾഡിൻ്റെ മാർക്കറ്റ് പ്രത്യേകിച്ച് ഒറ്റയടിക്ക് താഴോട്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, അതിനെക്കാട്ടിലും വലിയൊരു ഫണ്ടമെൻ്റൽ ഇന്നത്തെ ദിവസം ഇല്ല. കാരണം ഇത്രയും നാളായിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വാറാണ്. അപ്പോൾ അതിനകത്തൊരു സീസ് ഫെയർ വരിക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് മാർക്കറ്റിനെ ഉറപ്പായിട്ടും വൻ ലെവലിൽ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടിട്ട് ഒരു കാരണവശാലും ഗോൾഡിനകത്ത് ഒരു പൊസിഷൻ നിങ്ങൾ ഇന്ന് രാത്രി ഹോൾഡ് ചെയ്ത് വെക്കരുത്. കാരണം മാർക്കറ്റ് ജമ്പ് അപ്പ് ചെയ്തോ ജമ്പ് ഡൗൺ ചെയ്തിട്ടോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോലും അടിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യമാണിത്. എല്ലാത്തിനകത്തും ഈവൻ യൂറോയ്ക്കായിക്കോട്ടെ GBPയിലായിക്കോട്ടെ എല്ലാത്തിനകത്തും നമ്മൾ ഇന്ന് രാത്രിക്കുള്ളിൽ പൊസിഷൻ മാറണം എന്ന് ആദ്യമേ തന്നെ ഓർമ്മിപ്പിച്ച് പോകുന്നു. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ എനിക്കിന്ന് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മുടെ എന്താ പറയുക കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് വരുമ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഈ ആഴ്ച നമ്മളൊരു ഫണ്ടമെൻ്റൽ വീക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമുക്ക് ഇന്ന് CPI യൂറോ സോണിൽ നിന്ന് CPI ഉണ്ട്. രാവിലെ 10 മണിക്ക് UK ടൈമിംഗ് 10 മണിക്കാണ് ഈ പറയുന്ന CPI വരുന്നത്. അതിനുശേഷം നമുക്ക് ഓസ്ട്രേലിയൻ ഡോളേഴ്സൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. നാളെ രാവിലെ 6:30ക്കാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. അതിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ
മറ്റന്നാളെ നോക്കി പോവുക. ഇതെല്ലാം UK ടൈമിങ്ങിലാണ് ഞാൻ പറയുന്നത്. മറ്റന്നാൾ എല്ലാ ദിവസവും എല്ലാ ബുധനാഴ്ചയും വരുന്ന ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. തേഴ്സ്ഡേ നമുക്ക് എന്താ പറയുക, തേഴ്സ്ഡേ നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്, എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് വെള്ളിയാഴ്ച രാവിലെ യൂറോ സോണിൽ നിന്ന് GDP അനൗൺസ്മെന്റ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ ആഴ്ചത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ. അതായത് പ്രത്യേകിച്ച് ഒരു ഭയങ്കര വലിയൊരു ഡയറക്ഷണൽ ചേഞ്ച് ഉണ്ടാക്കാനായിട്ടുള്ള കട്ടിയുള്ള ന്യൂസുകളൊന്നും ഇല്ലേ എങ്കിലും കലണ്ടർ ഇല്ലാത്ത ഈ പറയുന്ന സീസ് ഫയർ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മാത്രം മറക്കാതിരിക്കുക. അങ്ങനെ കാണും വന്നാൽ ചിലപ്പോൾ മാർക്കറ്റ് എവിടോട്ടെങ്കിലുമൊക്കെ ഓടും. നമുക്കൊന്നും പറയാൻ പോലും പറ്റില്ല, നമുക്ക് കാണാൻ പോലും പറ്റില്ല. ഓക്കെ, ആ രീതിയിൽ ഓടും. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ദിവസവും ടെക്നിക്കൽ പറയുന്ന JPYയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. JPY ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്യുന്നത് 145.028 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 144 എന്ന് പറയുന്നതാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. സോ 144ന്റെ മുകളിലായിട്ടാണ് ഇപ്പൊ ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. 144 അവിടെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എടുക്കേണ്ട ആവശ്യമില്ല എന്നേ ഞാൻ പറയുള്ളൂ. 144ന്റെ മുകളിലായിട്ടാണ്. നാളത്തെ അവസരത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പം എടുക്കണ്ട. 144ന്റെ അടുത്തായിട്ട് 144ന്റെ മുകളിലായിട്ടാണ് മാർക്കറ്റ് ഇന്ന് രാത്രി അവസാനിക്കുന്നത്. നാളെ രാവിലെ എന്താ പറയുക, ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 144ന്റെ മുകളിലാണ്. 144.1 144.2 ആ റേഞ്ചിലൊക്കെയാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് നല്ലൊരു ബൈ പോയിന്റ്, ഒരു ബൈ എൻട്രി എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സപ്പോസ് 144ന്റെ താഴെയായിട്ട് രണ്ട് മാർക്കറ്റ് ഓപ്പണിങ്ങിൽ 144ന്റെ താഴെയായിട്ട് 1 അവർ ക്യാൻഡിൽ വരുന്ന സമയത്ത് മാത്രം നമുക്കൊരു സെല്ലിനെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ 142 വരെ ആയിരിക്കാം മാർക്കറ്റ് പോകുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഉറപ്പായിട്ടും നമ്മുടെ റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിക്കുന്ന അവിടുന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്താ പറയുക, JPYയെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നതും ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഉറപ്പായിട്ടും അതിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 112,158 റേഞ്ചിലാണ്. ഓക്കെ, ഇന്ന് ജമ്പ് അപ്പ് ചെയ്ത് യൂറോ സ്റ്റാർട്ട് ചെയ്തു. മാർക്കറ്റ് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഇപ്പോൾ 1.12172 ആ റേഞ്ചിൽ നിൽക്കുന്നു. എനിക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി യൂറോയിൽ എനിക്ക് തരാനായിട്ടില്ല. കാരണം മാർക്കറ്റ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ 1.100 അറ്റ്ലീസ്റ്റ് 1.1100 എന്ന് പറയുന്ന റേഞ്ചിൽ എത്തിയാൽ പോലും നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഇന്നല്ല വെള്ളിയാഴ്ച നമുക്ക് താഴെ പോയ 1.1130 1.1100 ആ റേഞ്ചിൽ കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ചെറിയ രീതിയിലുള്ളൊരു ബൈ എൻട്രി എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് യൂറോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റിൻ്റെ ഇടയ്ക്ക് കയറിയിട്ടൊരു ട്രേഡ് എടുക്കാനായിട്ട് പറയാനായിട്ടുള്ളൊരു എന്താ പറയുക ധൈര്യം എനിക്കില്ല എന്നുള്ളതാണ് ആക്ച്വലി യൂറോയിലുള്ള കാര്യവും. ഓക്കെ, നേരെ നമ്മളുടെ GBPയിലോട്ട് വരുമ്പോൾ GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 1.3332 ആ റേഞ്ചിലാണ്. ഓക്കെ, അവിടെ നമുക്കിപ്പോൾ എന്താണ് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് GBPയിലും എനിക്ക് ഡൗട്ട്ഫുള്ളാണ്. എനിക്ക് എന്താന്ന് ഒരു പിടിയില്ല. അറിയാവുന്ന കാര്യം 1.3400 എത്തിയാൽ നമുക്ക് അവിടുന്ന് ചെറിയ രീതിയിലുള്ളൊരു സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 1.3400 എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ചെറിയൊരു സെല്ലെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. 1.3460 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്തുകൊണ്ട് GBP ഒരു ചെറിയ സെല്ലെടുക്കാം. ഒരു 40 to 50 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് കേട്ടോ. അതിൽ കൂടുതൽ നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 40 to 50 പിപ്സിൻ്റെ എന്താ പറയുക ഒരു ഇതെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് 3229 റേഞ്ചിൽ നിൽക്കുന്നു.
വെള്ളിയാഴ്ചയൊക്കെ നമ്മളെ മാർക്കറ്റ് എങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ പോയി നമുക്ക് ഒരുപാട് ഡൗട്ട് തന്നു. ഇന്ന് മാർക്കറ്റ് ജമ്പ് അപ്പ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 3201 അവസാനിച്ച മാർക്കറ്റ് 3202 അവസാനിച്ച മാർക്കറ്റ് ജമ്പ് അപ്പ് ചെയ്ത് 3211 സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് മാർക്കറ്റ് താഴോട്ട് വന്ന് 3206 വരെയൊക്കെ പിന്നെയും പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് മാർക്കറ്റ് 3250 വരെ സഞ്ചരിച്ച് വീണ്ടും താഴോട്ട് പോയി. ഇപ്പോൾ 3206 വന്ന് വീണ്ടും 3230 ക്രോസ് ചെയ്യോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ടിനകത്ത് മാർക്കറ്റിന് പോലും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഈ പറയുന്ന രാത്രിയിൽ 10 മണിക്ക് ശേഷം ഇങ്ങനൊരു ഒരു 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 ഫോൺ കോൾ ഈ ഇത്രയും നേതാക്കന്മാർ തമ്മിൽ ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് എങ്ങോട്ട് പോകും നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം. നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? നമുക്ക് എന്താ പറയുക, അയ്യോ സീസ്ഫയർ വരല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? അത് അങ്ങനെ ചെയ്യുന്നത് തിണ്ടിത്തരമല്ലേ? അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാനും പാടില്ല. അങ്ങനെ വരട്ടെ, സീസ്ഫയർ വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ സീസ്ഫയർ വന്നാൽ $100 താഴെ പോകും. 3130 എങ്കിലും മാർക്കറ്റ് എത്തിയിരിക്കും. ഓക്കെ, അവിടെ നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. നേരെ മറിച്ചല്ല, സീസർ വരത്തില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. 3280 നാളെ സ്റ്റാർട്ടിങ് പോലും ഉണ്ടാവുക. ഓക്കെ, സോ ഈ 2 പോസിബിലിറ്റിയാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് നമുക്ക് ഒരു റിസ്ക് എടുക്കാനായിട്ട് പറ്റില്ല. ബെറ്ററായിട്ട് ഇന്ന് ഗോൾഡിനകത്ത് നിന്ന് മാറി നിൽക്കുന്നത് തന്നെ ആയിരിക്കും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ. അല്ലെങ്കിൽ വളരെ ചെറിയ ലോട്ട്, ഇപ്പം ഞാനൊക്കെ അതായത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ കിട്ടാനായിട്ട് എന്താ പറയുക 0.05 ലോട്ട് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് ചെറിയ ലോട്ട്, അത് 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 നിങ്ങൾക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഞാനൊരു എൻട്രി അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, അത് നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച്. നിങ്ങൾക്കൊരു $10,000 ഉണ്ടെങ്കിലാണ് 0.05 ലോട്ട് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്ന് പറയാം. ഇന്ന് US മാർക്കറ്റ് ഓപ്പണിങ്ങിന് മുന്നേ ആയിട്ട് 3245 എങ്കിലും മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. 3280 മുകളിലായിട്ടായിരിക്കും മാർക്കറ്റിന് സീസ്ഫയർ ഉണ്ടായില്ലെങ്കിൽ ഒന്ന് നിൽക്കുക നാളെ രാവിലെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യം. ഓക്കെ, എന്തായാലും റിസ്ക് എടുത്ത് ട്രേഡ് ഓവറായിട്ട് ലോട്ടുകൾ കൊടുക്കാതിരിക്കുക. ഓക്കെ, ലോട്ട് എടുത്തു കഴിഞ്ഞാലും സ്റ്റോപ്പ് ലോസുകൾ ഇടുക. ചിലപ്പം മാർക്കറ്റ് ജമ്പപ്പോ ജമ്പ് ഡൗണോ ഒക്കെ ആണെങ്കിൽ ചിലപ്പം സ്റ്റോപ്പ് ലോസ് ഒന്നും അടിക്കണം എന്നില്ല. അതുകൊണ്ടിട്ടാണ് ഇന്ന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഡേ ആണ് എന്നുള്ളത് കാര്യം ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മുടെ പുതിയ ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.